friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനലിലെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് സിറത്തെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി സ്കിൻ ബ്രൈറ്റനിങ് പാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഗുഡ് റിസൾട്ട് കിട്ടിയിട്ടുള്ള സിറം അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാന്നുള്ളത്. പിന്നെ ഈ സിറത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ സിറം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ സിറത്തിൽ വിറ്റമിൻ ഇ ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ സിറം. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വേഗം വരാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേരയാണ്. അലോവേര നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അലോവേരയുടെ ഇങ്ങനത്തെ പ്ലാന്റ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല ബ്രാൻഡ്സിൻ്റെ അലോവേര ജെൽസ് അവൈലബിൾ ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ അലോവേര നമുക്കൊന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം. അലോവേരയുടെ ജ്യൂസ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ ജ്യൂസാണ്. ഒരു നാരങ്ങയുടെ ജ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഞാനിവിടെ ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് 1 ടേബിൾ സ്പൂണോളം ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങയുടെ ജ്യൂസിന് പകരം നമുക്ക് വേണമെങ്കിൽ ഓറഞ്ച് ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വിറ്റമിൻ സിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ലെമൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് വിറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഞാനിവിടെ വിറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന ഓയിൽ നമുക്ക് ഇങ്ങനെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ടോ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വിറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് സിറം. ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല റിസൾട്ടാണ്. ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ ചിലർക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നർ വേണം. നമ്മുടെ എന്താ പറയുക, മരുന്നിൻ്റെ കുപ്പില്ലേ, ഈ ഗ്ലാസ് ബോട്ടിൽ, പിന്നെ ഇങ്ങനത്തെ ഫില്ലറൊക്കെ വരുന്നത്, അതായാലും മതി. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് അതിലോട്ടിത് ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ഈ സിറം നമ്മൾ ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഒരാഴ്ചത്തോളം നമുക്കങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സിറം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് എത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പല ബ്രാൻഡ്സിൻ്റെ ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറം നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു സിറം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഈ സിറം അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നോർമലി നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സിറം നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് അപ്ലൈ ചെയ്യാം, മോർണിംഗ് വേണമെങ്കിൽ മോർണിംഗ് അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൽ വിറ്റമിൻ സി ആയിട്ടുള്ള നാരങ്ങ അടങ്ങിയത് കൊണ്ട് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് വെയിലധികം കൊള്ളുന്നത് അത്ര ബെറ്റർ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വെയിൽ കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ളത് നോക്കാം. ഒരു 4-5 തുള്ളി മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്കിൻ ബ്രൈറ്റനിങ് സിറം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ.